നമ്മുടെ ഇന്ദ്രൻസും മാധുവും കൂടെ അഭിനയിച്ച ചിന്ന ചിന്ന ആസൈ. നല്ല പടം, നല്ലൊരു സ്റ്റാൻഡേർഡ് പടം, അടിപൊളി പടം, കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. ഇത് എന്താ പറയുക, ഒരു ഗുഡ് മൂവി. ഇനി എൻ്റെ മെയിൻ എനിക്കിതിലുള്ള കുറേ സജഷൻസ് ഉണ്ട്. കാര്യം ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതൊരു OTTയിൽ ഇറക്കിയാൽ അല്ലെങ്കിൽ ഈവൻ യൂട്യൂബിൽ ഇറക്കിയാൽ പോലും എന്താ പറയുക, ഇതൊരു ഹ്യൂജ് ഹിറ്റ് ആവും. കാര്യം കാസ്റ്റിംഗ് അത്ര നല്ല കാസ്റ്റിംഗ് ആണ്. ഇതൊരു സിനിമയായിട്ട് അതായത് തിയേറ്ററിക്കൽ റിലീസായിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി ഇറങ്ങി കാണേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഡയറക്ടർ വർഷ വാസുദേവ്, അങ്ങനെയല്ലേ പേര്? വർഷ വാസുദേവിൻ്റെ ഒരു യൂട്യൂബിൽ, ഞാൻ ഈ പടം കണ്ടതിന് ശേഷമാണ് ഞാൻ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി, യൂട്യൂബിൽ എൻ്റെ നാരായണിക്ക് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമുണ്ട്. ഒരു 29 മിനിറ്റ്സ്, ഒരു 30 മിനിറ്റ്സ് അറൗണ്ട് വരുന്ന ഒരു ഷോർട്ട് ഫിലിമുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം, ഒരു ജീവനുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഐറ്റം. ഉണ്ണിമൂന്തനൊക്കെ ഫീച്ചർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക, നല്ലൊരു സാധനമാണ്, നല്ലൊരു ഫിലിമാണ്. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. ഇത് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തില്ല. ഇത് പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ്, ഒരു കിടിലനൊരു പടം. ഇന്ദ്രൻസിനെ നല്ല രീതി യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസിൻ്റെ ആ ഒരു ആക്ടിങ് ലെവലൊക്കെ ഇതിൽ നല്ലപോലെ യൂസ് ചെയ്ത്, എന്താ പറയുക, നമ്മൾക്ക് ഈ പടത്തിൽ ആകെ കാണുന്ന ഇന്ദ്രൻസ് ഒരു സൈഡിൽ മാധു, എല്ലാ ഫ്രെയിമിലും അവർ തന്നെ. അവരാണ് ഇതിനകത്ത് സോള്, അവരാണ് ഇതിൻ്റെ കഥ. അവർ രണ്ടുപേരും ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ചെറിയ കഥ, സിമ്പിള് കഥ. തിയേറ്ററിക്കൽ വാച്ച് എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ സിമ്പിള് കഥ. തിയേറ്ററിൽ പോയി കാണേണ്ടവർക്ക് കാണാം. ഇത് യൂട്യൂബിൽ വന്നാലും ഏതെങ്കിലും നല്ലൊരു OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയാൽ പോലും സൂപ്പർ ഹിറ്റ് ആവും. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കഥ ഇതേ സാധനം തന്നെ ഈ നമ്മുടെ വാരണാസി, കാശി, അവിടെയാണ് എടുത്തിരിക്കുന്നത് ഈ സിനിമ. ആ ലൊക്കേഷൻ്റെ ഒരുപാട് ഭംഗി ഒപ്പിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കത് മനസ്സിലായത് അത് ഭയങ്കര ഫോഴ്സ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ ലൊക്കേഷനെ ഫോഴ്സ് ചെയ്തെടുക്കാൻ ശ്രമിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഞാൻ അവിടെ കുറേ നാൾ ഉണ്ടായിരുന്ന ആളാണ്. ഈ വാരണാസിയിലും ഹരിദ്വാറും ഒക്കെ ഞാൻ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ കുറേ നാൾ അവിടെ ചിലവഴിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അവിടെ ഒരു ബ്യൂട്ടി ഉണ്ട്. അത് ഈ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു ബ്യൂട്ടിയാണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. അവിടെ ഒരുപാട് എന്താ പറയുക, റഷായിട്ടുള്ള ടൈമുണ്ട്, റഷ് അല്ലാത്ത സ്ഥലങ്ങളുണ്ട്, റഷായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഗംഗാരതിയൊക്കെ കാണുന്ന സ്ഥലമല്ലാതെ അവിടെ ഇഷ്ടംപോലെ വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഈവൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹരിദ്വാർ, ഋഷികേശൊക്കെ ഈ ഗംഗയുടെ ഘാട്ട് തന്നെയാണ് ഇതെല്ലാം. ഈ ഹരിദ്വാറിലൊക്കെയാണ്, അതെ, ഋഷികേശ് ഹരിദ്വാറിലൊക്കെ ആണെങ്കിൽ അവിടെ ഈ റെസിഡൻസ് ഏരിയ അല്ലാതെ അപ്പർ സൈഡ്, ഈ റിവറിൻ്റെ ഒരു സൈഡ് റെസിഡൻസും, അതായത് നമ്മുടെ ടൗണും റോഡും ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഫോറസ്റ്റ് ആണ്. അതിനുള്ളിൽ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ മിസ് ചെയ്തിട്ടുണ്ട് ഇവർ. വാരണാസിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒപ്പിയെടുക്കാൻ വിട്ടുപോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്കത് ഈ കഥ തന്നെ ഇവർ രണ്ടുപേരെയും മെയിൻ ആക്കിക്കൊണ്ട് ഈ സെയിം സാധനം തന്നെ വേറെ ഏതെങ്കിലും ലൊക്കേഷൻ എടുത്താൽ പോലും ഇത് സൂപ്പറായിരിക്കും, ഇതുപോലെ തന്നെ സൂപ്പറായിരിക്കും. അതിൽ ഈ ലൊക്കേഷൻ തന്നെ വേണമെന്നില്ല, വേറെ ഏത് ലൊക്കേഷൻ എടുത്താലും ഇതും. കാര്യം കഥ നടക്കുന്നത് ഇന്ദ്രൻസിൻ്റെ ആ ഒരു ക്യാരക്ടറും നമ്മുടെ മാധുവിൻ്റെ ക്യാരക്ടറുമാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കാര്യങ്ങളാണ് ഇത് മുഴുവനും ത്രൂ ഔട്ട് പടം. പിന്നെ ഇത് OTTയിൽ ഇറക്കാമായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ OTT ഇറക്കിയിരുന്നെങ്കിൽ ഒരുപാട് പേരിലേക്ക് റീച്ച് ആയേനെ. ഇപ്പോൾ ആൾക്കാരങ്ങനെ തിയേറ്ററിൽ ഈ പടം ഫോഴ്സ് ചെയ്ത് പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ ബാലനുണ്ട്, ഇവർക്ക് വേറെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനൊരു സാധനം ഇപ്പോൾ ഉടനെ തന്നെ ഇത് മിക്കവാറും OTTയിൽ വരും കേട്ടോ. തിയേറ്ററിൽ ജസ്റ്റ് ഒരു എക്സ്പോഷർ കൊടുത്തിട്ട് ഇപ്പോൾ ഉടനെ തന്നെ OTTയിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ വരണം, ആൾക്കാരിലേക്ക് എത്തണം ഈ പടം. ഇന്ദ്രൻസിനെയൊക്കെ എന്താ പറയുക, ഇന്ദ്രൻസൊക്കെ എന്താ അഭിനയം! ഇന്ദ്രൻസിനെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആളുടെ സോളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കുന്ന പോലത്തെ പടം. മാധു, ഇവർ തമ്മിൽ ഉള്ള കോംബോ എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഇന്ദ്രൻസിൻ്റെയൊക്കെ ചില എക്സ്പ്രഷൻസ് ഉണ്ട്, ചെറിയ എക്സ്പ്രഷൻസ് ഉണ്ട്. അത് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം, സന്ദർഭം, ആ രീതി, പുള്ളി അവതരിപ്പിച്ചിരിക്കുന്ന രീതി, പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്തല്ലേ!
മാധുവിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, ഇവർ രണ്ടുപേരുടെ ആ ഒരു സാധനം വന്നപ്പോൾ തന്നെ ഈ സംഭവം കിടിലനായി. പിന്നെ ഞാൻ സ്പോയിലറായിട്ട് പറയുന്നില്ല, സിനിമ കണ്ടു നോക്കുക, നല്ല സിനിമ തന്നെയാണ്. എല്ലാവരെയും തിയേറ്ററിൽ പോയി കാണേണ്ടവർക്ക് കാണാം. ഞാനങ്ങനെ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണെന്നൊന്നും പറയുന്നില്ല, കാണാം.